ഇന്ന് ഒരു വാട്ടയിട്ടിടാണ് കേട്ടോ. രാവിലെ നീട്ടപ്പോൾ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതേ അച്ചു ചേച്ചി സിറ്റുകൊണ്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. രാവിലെ നീട്ടപ്പത്തെ കാഴ്ച ഇതായിരുന്നു കേട്ടോ. നല്ല മഞ്ഞൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സുന്ദരി നടന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതെൻ്റെ ചേച്ചിയായിരുന്നേ. അതിനിടയ്ക്ക് ഞാനും ഒരു സെൽഫി എടുക്കുമ്പോൾ ആരും വീഴാൻ പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാമത് എടുത്തതാണ് കേട്ടോ ഇത്. അമ്പലത്തിൽ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നേ. പിന്നെ അമ്പലത്തിൽ തന്നെ കഞ്ഞിയും ചക്കക്കൂട്ടാനും പിന്നെ മാങ്ങാച്ചാറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ അമ്മ അട ഉണ്ടാക്കി വെച്ചതുകൊണ്ട് നല്ല അട കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അട. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് ദോശയും കപ്പക്കറിയായിരുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് കഴിച്ചാലും വീട്ടിൽ വന്നിട്ട് കഴിച്ചാലും ഒരു സമാധാനം ഉണ്ടാവില്ല. 11 മണിയൊക്കെ ആയപ്പോൾ ചക്ക വേവിച്ചത് കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, മീൻകറി, മീൻ വറുത്തത്, ചാമ്പയ്ക്കച്ചാർ, പപ്പടമായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വൈകുന്നേരം 4 മണിയായപ്പോൾ മുട്ട ബജിയും പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചമ്മന്തി കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് മുട്ട ബജി ആയാലും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഈ പപ്സൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പോൾ ഒന്ന് വെറൈറ്റിക്ക് മുട്ട ബജി മേടിച്ച് കഴിച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. രാത്രിയായപ്പോൾ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ദോശയുടെ കൂടെ ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ കറിയും ദോശയും കഴിക്കാനായിട്ട്. എനിക്കെന്നല്ല ഒട്ടുമിക്കവർക്കും ഈ ഒരു കോംബോ നല്ല ഇഷ്ടമായിരിക്കും. ദോശ കഴിച്ചാലും രാത്രി അമ്മ ചോറിനാണെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ വയറ് ഫുള്ളായതുകൊണ്ട് ഇന്ന് ഇത്ര മതിയെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ കഴിച്ചത്. ബാക്കി നാളെ.